ഇതുപോലെ റൗണ്ടായിട്ടൊരു കുണ്ട് വെച്ചെടുക്കുക. ഏകദേശം ഒരു ഈ വിരലിൻ്റെ ഒരു ലെവലിൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി കുഴിച്ച് വെച്ചത് ഈ കാണുന്ന ഈ റൗണ്ടിൽ ഞാൻ കൊണ്ടുപോയിച്ച് നോക്കണം. ഏകദേശം നമ്മൾ ഈ ഒരു നെക്കലിൻ്റെ വണ്ണത്തിൽ വരിക. നമ്മൾ ഈ വിരലിൻ്റെ ആയെന്ന് പറഞ്ഞാൽ ഏകദേശം 2 ഇഞ്ച് മതി. ഓക്കെ, 2 ഇഞ്ചോ പിന്നെ നമ്മൾ ഈ വിരലിൻ്റെ ആ ലെവലിൽ ഈ ലെവലിൽ കൊണ്ടുപോയിച്ച് നോക്കാൻ. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓട്ടിൻ്റെ കഷ്ടാൽ ഓട്ടിൻ്റെ കഷ്ണം, ഇല്ലാത്ത ആൾ ഇതേപോലെ ഒരു സിമെൻറ്റിൻ്റെ കഷ്ണം, രണ്ടും ഒരേ ലെവലിൽ ആക്കാൻ. ഏകദേശം നമ്മൾ ഈ ഒരു കൈയിൻ്റെ വണ്ണമില്ലേ, ഏകദേശം ഒരു 4 ഇഞ്ച് ലെവലിൽ രണ്ടും ഒരേപോലെ എടുക്കാൻ. അതേ സംഭവം മേലും. ഓക്കെ, അതെന്തിനാ വെച്ചാൽ ഇതിങ്ങനെ ഫ്രണ്ടിൽ നമ്മളെ വിറക് വെക്കുന്നതിൻ്റെ ഒരു ഏകദേശം കുറച്ച് ജാസ്തിയും കുറയാൻ പ്രശ്നമൊന്നുമില്ല. വിറക് വെക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മേലിൽ വെക്കേണ്ടതാണ്. അത് മണ്ണിട്ടിട്ട് സംഭവം ചെയ്യുമ്പോൾ അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ലെവലിൽ എന്തായാലും 3 എണ്ണം വേണം. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ ചെറിയ ചില്ലറ വിറക് കൊണ്ട് തന്നെ എല്ലാ സംഭവം ആയി കിട്ടുകയും ചെയ്യും. പിന്നെ പറഞ്ഞില്ലേ, വർദ്ധിച്ചു വരുന്ന മറ്റേ ഗ്യാസിൻ്റെ വില ഇന്നെല്ലാം മാറ്റും. പിന്നെ പഴയ കാലത്തേക്ക് ഓൾഡ് ഈസ് ഗോൾഡ് മെമ്മറിയിലേക്ക് പോകാൻ പറ്റിയത് വൻ ഉപകാരമാണ്. കാരണം ഇപ്പോഴത്തെ ചിലവെല്ലാം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്കിനി അടുത്തത് മണ്ണ് വായിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം ബാക്കി എങ്ങനെ ആക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ ആക്കിയിട്ട് വെള്ളം ഒഴിക്കുക. മറ്റൊന്ന് മണ്ണൊന്ന് കുഴച്ചെടുക്കുക. ഒരു ടൈറ്റായ പരുവത്തിൽ, ഒരു നല്ല എന്താ പറയുക, നമുക്ക് കയ്യോട് ഭാര്യ പറ്റിക്കാൻ വിധത്തിലുള്ളൊരു ലെവലിൽ മണ്ണ് ടൈറ്റ് ആക്കുക. നന്ന ലൂസ് വേണ്ട. നമുക്ക് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ തീരും. ഒരു മണ്ണ് നമുക്ക് ഇങ്ങനെ പിന്നെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഭാര്യ പറ്റിക്കാണ്ട് കാണിച്ചു തരാം. ഇതാ ഈ ലെവലിൽ മണ്ണ് മതി. കാണല്ലേ, ഈ ലെവലിൽ നമുക്കിങ്ങനെ പറ്റിക്കാനുള്ളത്. ഓക്കെ, അപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ഈ വിരൽ കണ്ട ഒരു 2-2.5 ഇഞ്ച് ലെവലിലാണ് ഇങ്ങനെ പറ്റിച്ച് വേണ്ട റൗണ്ടായി. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കട്ട ഈ ലെവലിങ്ങനെ വെക്കുക. ഉണ്ടല്ലോ, ഫസ്റ്റ് പറയാനുള്ളതാ ഈ ഒരു 2.5 ഇഞ്ച് ലെവലിൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു കണക്കാറ്റ് അളവ് കിട്ടണമെങ്കിൽ എന്താ വെച്ചാൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഈ കറക്റ്റ് മണ്ണുണ്ടാവില്ലേ, അതിൽ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞില്ല ഒരു നെക്കലിൻ്റെ അളവിൽ കൊണ്ടുപോയിക്കാൻ. അതായത് 2 ഇഞ്ച് 2.5 ഇഞ്ച് താത്തിട്ട്, എന്നിട്ട് മേലത്തെ മണ്ണ് എന്താക്കാൻ ഈ കുയിൻ്റെ അടുത്ത് ഈ ഹൈറ്റിലെ മണ്ണെടുത്ത് ഈ ലെവൽ ഏകദേശം ഒരു 2.5 ഇഞ്ച്, എന്നിട്ട് അത് ചെറുങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഈ ലെവലിൽ കുഴിച്ചെടുക്കാൻ. അപ്പോൾ കറക്റ്റായിട്ട് ഐഡിയ കിട്ടും. ഈ ലെവലിൽ ഇങ്ങനെ ഒരു 2.5 ഇഞ്ചിൽ റൗണ്ടാക്കിയിട്ട് ഈ മണ്ണിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാം. എന്നാലും എന്താ നമുക്ക് കറക്റ്റ് ഒരു ഇത് കിട്ടും. ഈ ലെവലിങ്ങനെ കുറച്ച് സമയത്ത് മെനക്കലേ ഉള്ളൂ. ഒരുപാട് കാലത്തേക്ക് ഒരുപാട് കാലത്തേക്ക് ഒന്നും ആവില്ല. പിന്നെ നോക്കിയിട്ട് പോകാം ഈ ലെവലിൽ. അപ്പോൾ എന്തായി, നമുക്ക് ഈ ലെവലിൽ സാധനം ഇങ്ങനെ ഇട്ടാൽ മതി. ഓക്കെ, ഞാൻ പറയും ഇത് ഏകദേശം കുറച്ച് പേർ ഒരു 2.5 ഇഞ്ച് ആ ലെവലിൽ ഇടാൻ, എന്നിട്ട് ഇതുകൂടി ഇങ്ങനെ ഇടാൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, എന്നിട്ട് ഇതങ്ങ് വെച്ച് കൊടുക്കാൻ. വശത്ത് സംഭവമായി ഇതങ്ങ് വെച്ച് കൊടുക്കാൻ. സൈഡിൽ ചെറുങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മണ്ണിങ്ങനെ ഇങ്ങോട്ട് വന്ന് ഇതൊന്നിങ്ങനെ
ഒന്നും പേടിക്കണ്ട. നാളെ ആകുമ്പോൾക്ക് നല്ല എന്താ പറയുക ഉണങ്ങി കട്ടായിട്ട് പിന്നെ ഒന്നും പ്രശ്നമേ ഇല്ല. അടിപൊളിയായിരിക്കും. ഇതല്ലേ എന്നിട്ട് ഇതിങ്ങനെ ഈ മണ്ണിലേക്ക് ഇങ്ങനെ വെക്കാൻ. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് ഇതിങ്ങനെ സെറ്റാക്കിയിട്ട് എന്താ ഫസ്റ്റത്തെ ടാസ്ക് ഗംഭീരമായ ടാസ്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ സംഭവമൊക്കെ ഇല്ലേ, നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചുറ്റോട് ചുറ്റി ഇതേപോലെ മണ്ണ് ഇട്ട് പിടിപ്പിക്കാൻ. ഈ ലെവലിൽ ഇങ്ങനെ മണ്ണിടുക. കുറച്ച് നനവിലായിക്കോ, ഇത് പെട്ടെന്ന് ഉണങ്ങും. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളമെല്ലാം കുറവുണ്ടെങ്കിൽ ഇതാ ഈ ലെവലിൽ ഇങ്ങനെ ആക്കി എടുക്കുക. ജസ്റ്റ് 1 റൗണ്ട് കാണിച്ചു തരുന്നതാണ്. നനവ് എത്ര ഉണ്ട് അത്രയും നല്ലതാണ്. നന്ന ഓവർ നനവായിക്കാൻ നിങ്ങൾക്ക് ഇത് സെറ്റാക്കാൻ കഴിയില്ല. ഇതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഇതാണല്ലേ ലെവലിൽ ആക്കിയെടുക്കുക. ആ കുറച്ച് സമയത്ത് മെനക്കെടേ ഉള്ളൂ. കുറേ കാലത്തേക്ക് ഇത്രയും ഉപകാരമാണ്. ചില്ലറ വിറവ് മതി. ഓക്കെ, ഈ റൗണ്ട് ഉണ്ടല്ലോ 1 സെറ്റിംഗ് ആയി. ഈ ലെവലിൽ ആക്കിയെടുക്കുക. ഓക്കെ, ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി നല്ല ഫിനിഷിങ് കിട്ടുന്നത് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് സംഭവം. ഓക്കെ, നമ്മൾ ചെമ്പ് പാത്രം അതെല്ലാം വെക്കുന്ന ഒരു ലെവലിൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ ആക്കി 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 ഈ ലെവലിൽ കൊണ്ടുവരണം. ഇപ്പോൾ കാണിച്ചു തരാം. അടുത്തത് മുളക്ക് ഏകദേശം ഈ കനത്ത് തന്നെ കുറച്ച് കൊണ്ടുവന്നോടുന്ന മേലെത്താനാകുമ്പോൾ കുറച്ച് കനം കുറയും. ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആർക്കും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം. ചില്ലറ മണ്ണ് മതി, വെള്ളം, പ്രത്യേകിച്ച് വാർച്ചലൊന്നുമില്ല. അതുപോലെ പുക കുറേ വരൂ, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. കണ്ടോളി, 2 റൗണ്ടായി. ഇപ്പോൾ 2 റൗണ്ടായി. ഓക്കെ, വളരെ ഈസിയാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഏകദേശം ഒക്കെ തിരിയല്ലോ. മേലേക്കിൽ വരുമ്പോൾ ഒരു ചെമ്പ് വെക്കുന്ന ലെവലിൽ കിട്ടിയാൽ മതി. അടുത്തായിട്ട് മണ്ണെടുക്കട്ട്. അടുത്ത 3 സ്റ്റെപ്പ് തുടങ്ങി. ഒരു 5-6 സ്റ്റെപ്പ് ആകുമ്പോൾ ഏകദേശം ആവും. ലെവൽ ഇങ്ങനെ ഇതാ ഈ ഒരു കൈൻ്റെ ലെവലിൽ മണ്ണെടുക്കാൻ. അതെ, പരമാവധി മത്തിയെടുക്കുന്ന അത്രയും നല്ല. പക്ഷെ അധികം ഓവറാണ്. പക്ഷെ നല്ല നനവിലുണ്ടാവല്ലോ, നല്ല പിടുത്തം ഉണ്ടാവും. ഓക്കെ, ഏകദേശം രാത്രി ആകുമ്പോൾ തന്നെ ഒരു 6-7 മണിക്കൂർ മതി. നല്ല കട്ടക്ക് ടൈറ്റായിട്ട് കിട്ടും. കുറേ സമയം ഒന്നും വേണ്ട ഉണങ്ങാൻ വേണ്ടിയിട്ട്. 6-7 മണിക്കൂർ മതി. നമുക്ക് എന്തും വെക്കാം. കുറേ കൊല്ലത്തേക്കൊന്നും ചിന്തിക്കണ്ട.
ഇതാ 3 സെറ്റായി. ഇവ ഒന്ന് ആക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചോ, അങ്ങോട്ടും ഇങ്ങോട്ടും ആണ്ട് കാണിക്കുകയാണ്. ഈ സൈഡിൽ കാണിച്ച ഇങ്ങോട്ടേക്കോ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ ഭാഗത്ത് പിടിച്ച അല്ലല്ലേ. ഈ ഭാഗത്ത് നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ ലെവലിൽ ഇങ്ങനെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇതാ ഇത് പാറ്റി കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് ഇവിടെ ഒന്ന് ഇതാ ഈ ലെവൽ. ഓക്കെ, അതുപോലെ ഈ ഭാഗത്ത് വെക്കാം. ഇത് പിടിച്ചിട്ട് സിമെൻറ്റ് ഓടിൻ്റെ ഇഷ്ടമുണ്ട്, ഓടിൻ്റെ ഇഷ്ടമായിക്കോ, സിമെൻറ്റ് ഇഷ്ടമുണ്ട് സിമെൻറ്റ് ആയിക്കോ, അത് നിങ്ങൾ യുവർ ചോയ്സ്. എന്നിട്ട് എന്താ ഉള്ളതെന്ന് ശരി അത് പേടിക്കേ വേണ്ട. എന്തായാലും ഏകദേശം ഈ ലെവലായിട്ടുണ്ട്. ഞാൻ അങ്ങോട്ടേക്ക് ഇങ്ങനെ കാണിച്ചു കൊണ്ടിങ്ങനെ കാണിച്ചാൽ ഉണ്ടല്ലേ. അതുപോലെ വേസ്റ്റ് മണ്ണെല്ലാം ഇങ്ങനെ വരുന്നല്ലോ ഇങ്ങനെ എടുത്താൽ മതി. ഓക്കെ, അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏകദേശം മുകളിലോളം വരുമ്പോൾ ഏകദേശം ഈ ഒരു കനപ്പിൾ കീപ്പ് ചെയ്യാൻ നോക്കണം. അത് താഴ്ന്നൊരു 2 ഇഞ്ച് ആ ലെവലിൽ ഒരു 2.5 പിന്നെ മേലേക്ക് വരുമ്പോൾ ഏകദേശം ഒരു 1.5 ഈ ലെവലും കിട്ടണം. ഓക്കെ, അന്ന് നേരിയതാറ് നിങ്ങൾ ഏകദേശം കാണുന്നത് കാണിച്ചു കൊടുത്താൽ ഈ കാണുന്ന ലെവലിൽ ഇങ്ങനെ വരികയെ എൻ്റെ വീട് നമ്മൾ ഒടിക്കുക ചെയ്യുക. ഓക്കെ, പക്ഷെ ഹൈറ്റ് എത്തി വീടിന് തന്നെ ഇങ്ങനെ ഒടിച്ചു കൊണ്ടുവരും. പക്ഷെ കാണുന്നില്ല ഇങ്ങനെ ഒടിച്ചൊടിച്ച് അതൊക്കെ തീരെ നിങ്ങളാക്കുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടായൊന്നും പ്രശ്നമൊന്നുമില്ല. ആകാതെ ടെൻഷൻ അടിക്കാൻ വേണ്ട. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ആർക്കും വേണമെങ്കിൽ ആക്കാം, എന്ത് വേണമെങ്കിൽ ഇതിൽ വെക്കാം. ഒരു ടെൻഷൻ അടിക്കണ്ട. ആണല്ലേ, ഇല്ല നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ ഇതിങ്ങനെ ആക്കുന്ന വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല. കല്ലടുപ്പെല്ലാം ആകുമ്പോൾ കുറേ പുകൻ്റെ പ്രശ്നങ്ങളും വരും. പിന്നെയെന്ന് പറഞ്ഞാൽ കുറേ ചൂട് കുറേ പുറത്തെല്ലാം പോയിട്ട് നമുക്ക് അത്രയും കിട്ടുകയും ചെയ്യില്ല. ഇതാകുമ്പോൾ ഏടി പുറത്തേക്ക് ഔട്ടായിട്ട് പോകില്ല. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ല ചൂടും ഉണ്ടാവും. കത്തിക്കുമ്പോൾ ആ ചെറിയൊരു പുകയുണ്ടാവും, പിന്നെ കണ്ടിന്യൂ ആയിട്ട് അങ്ങനെ കത്തിക്കോളും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാളെ ജസ്റ്റ് ഒന്ന് കത്തിക്കുന്ന ഉദ്ഘാടനം കഴിക്കുന്ന കാണിച്ചു തരുന്നതായിരിക്കും. ഏകദേശമായി 1 2 3 4 5 സെറ്റ് ഇടുമ്പോൾ തന്നെ ഏകദേശം ഫുള്ളായി. നമുക്ക് ജസ്റ്റ് ഒന്ന് വൃത്തിയെടുക്കുന്ന അനുസരിച്ച് ജസ്റ്റ് ഈ ഒരു ലെവൽ വരെ ഉള്ള ഫിനിഷിങ് വർക്ക് പോലെ ആക്കിത്തരാം. കുറച്ച് വെള്ളം കൈമല ഇങ്ങനെ ആക്കിയിട്ട് അതൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട്
ഈ സൈഡ് നോട്ട്സ് ഇങ്ങനെ നല്ല ഇതേപോലെ ചെച്ചിങ്ങനെ നല്ല മിനുക്കാരെടുക്കും. ഇതങ്ങ് സെറ്റായിട്ടുണ്ട്. നമ്മൾ അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കഷ്ണം ഇവിടെ ഇങ്ങനെ വെക്കുക. ഓക്കെ, കുറച്ചും കൂടെ കാണിച്ചാൽ ഈ ഒരു കഷ്ണം ഇവിടെ ഉള്ള ഇതേപോലെ സപ്പോർട്ടിന് വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മേലിൽ ഒരു റൗണ്ടും കൂടി മതി. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഫിനിഷ് ആക്കിയതിന് ശേഷം അതിൻ്റെ മേലെ ഒറ്റ റൗണ്ടും കൂടി മതി. സംഭവം കിട്ടില്ലാവും. അപ്പോൾ ഞാൻ കുറച്ച് മണ്ണെടുക്കട്ടെ. അപ്പോൾ ലാസ്റ്റ് സെക്ഷൻ നമ്മൾ തുടങ്ങിയത് ഈ ലെവലിൽ അത് ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പിടിച്ചിട്ട് സെറ്റാക്കി എടുക്കുക എന്നുള്ള പരിപാടിയാണ്. ലാസ്റ്റ് നമുക്ക് ഫിനിഷ് ആക്കുന്ന കാണിച്ചു തരും. ഇപ്പം മണ്ണിട്ടൊന്ന് സെറ്റാക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ലെവൽ ആയി. ഓക്കെ, നമ്മൾ ഓവർ ഇങ്ങനെ അടിച്ചമർത്താൻ പറ്റില്ല. എന്നാലും ഈ നനവിൽ ഒന്നങ്ങ് ഇരുന്നോ. അപ്പോൾ ഒരു ഏകദേശം എനിക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ലെവലാക്കിയാൽ മതി. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതിങ്ങനെ ലേശം ലാസ്റ്റ് വെള്ളം ടച്ച് ചെയ്തിട്ട് ഇതാക്കിയാൽ മതി. ഒരു പ്രശ്നവുമില്ല. നാളെ ഏകദേശം 6 മണിക്കൂർ ഏകദേശം ഒരു ദിവസം ആയിക്കോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ഉറച്ച് നല്ല ടൈറ്റായിട്ട് കിഡിലാവും. ഓക്കെ, എത്ര നേരം കൊണ്ട് ആക്കുന്ന വെച്ചാൽ അത്രയും നല്ല ഉറപ്പാണ്. വെള്ളം അല്ലെങ്കിൽ എന്തായാലും ടച്ച് ചെയ്യണം, കാരണം പൊടിമണ്ണായിപ്പോഴും. ഓക്കെ, മേലിങ്ങനെ എടുത്ത അതല്ല ഏകദേശം നമ്മളൊരു ഈ ലെവലിൽ നമ്മുടെ ഈ എൽബോൻ്റെ ഒരു ഏകദേശം ഈ ലെവലിൽ വരുമോ കറക്റ്റ്. അടുത്ത സ്പെല്ലും കൂടി വരുമ്പോൾ ഓക്കെ. അത് കൊയ്യുന്ന പറഞ്ഞത്. പക്ഷെ ഇങ്ങനെതാ കുറച്ചും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഏകദേശം കാണുന്നില്ല. ഇങ്ങനെ ചെരിഞ്ഞതാ ഇങ്ങനെ ഈ ലെവലിൽ വരും. ഉള്ളിൽ കറക്റ്റ് ലെവലായിട്ട് വരുന്നത്. നമ്മൾ ലാസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ഒപ്പിച്ചെടുക്കും. അതിപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ മേലിടുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് ഉള്ളൊന്ന് ടച്ച് ചെയ്തെടുക്കുന്ന കാണിച്ചു തരാം. എന്തായി ഇതിൻ്റെ കറക്റ്റായിട്ട് ലെവലായി. ഈ ലെവൽ കറക്റ്റായതിനു ശേഷം നമ്മളൊന്ന് ഉള്ളിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഈ ലെവല് സെറ്റായി. ഓക്കെ, നമുക്ക് മേലിടുന്നതിന് മുമ്പായിട്ട് ഉള്ളൊന്ന് സെറ്റാക്കി എടുക്കുക. നല്ല ഇതാക്കിയിട്ട് കുറച്ച് ഇവിടെ കാണിച്ചു. ഫസ്റ്റ് ഇതൊന്ന് ഇവിടെ ഒന്ന് ഒരു മണ്ണിട്ടിട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഫിനിഷ് ആക്കും. ഓക്കെ, അത് കഴിഞ്ഞ് അതേപോലെ തന്നെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളു മണ്ണോട് ഇങ്ങനെ സെറ്റാക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്നിങ്ങനെ ഫിനിഷ് ആക്കി എടുക്കും. ഇങ്ങനെ റൗണ്ടായിട്ട്
നേരെ നമുക്കൊരു നല്ലൊരു ഷൈപ്പാക്കിയതാ. നിങ്ങൾക്ക് ഏകദേശം കൈയോടെ തന്നെ ഏകദേശം നമുക്ക് തിരിയും. ഇതേപോലെ അതുകൊണ്ട് ഷൈപ്പാക്കിയിട്ടിതാ അടിയിലെ ഇങ്ങനെ മണ്ണ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ തിരിയും ഏകദേശം. എന്താ ഇങ്ങനെ ഫിനിഷാക്കി എടുക്കുക. കുറച്ചിങ്ങനെ മണ്ണ് കുറച്ച് ഉള്ളോട്ടേക്ക് ഇങ്ങനെ തിങ്ങിയ പോലെ ഉണ്ടെങ്കിൽ അതൊന്നിങ്ങനെ ഫിനിഷാക്കി ഇങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പോൾ അടിയിലാ മറ്റോ കുറച്ച് കനം കുറവുണ്ടെങ്കിൽ ഒന്ന് മണ്ണ് കൂടി ഇങ്ങനെ ഒന്ന് ബായി പറിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ. എന്താ മണ്ണൊന്നിങ്ങനെ പറിച്ചു കൊടുത്താൽ പുറത്ത് ശരിയാക്കുന്ന സമയത്ത് ഇവിടെ ചിലപ്പോൾ മണ്ണ് പിടുത്തം കിട്ടിയില്ലെങ്കിൽ ഈ മണ്ണൊന്നും ഇട്ട് കൊടുത്താൽ അപ്പോൾ ഏകദേശം ശരിയാ. ഇങ്ങനെ ഒടിച്ചിങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ചെരിച്ചെടുക്കുക. ഇതെല്ലാം കൈയോടെ തന്നെ ആക്കാം. മണ്ണാണ്, ഒരു പ്രശ്നവും ഒരു ദോഷവുമില്ല, കഴിക്കുന്നൊന്നുമില്ല, ഒന്നാവും ചെയ്യില്ല. കൈക്ക് ഗ്ലൗസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. മണ്ണാണ് അതിന് പേടിച്ചിട്ട് മറ്റേ കൈക്ക് അലർജി റിയാക്ഷൻ ആവും. സിമെൻറ്റ് ഇതൊന്നുമല്ല, മണ്ണിലൊക്കെ കൈ ടച്ച് ചെയ്യണമെന്ന് പറയുന്നത് നമ്മൾ. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേ വേണ്ട. എന്താ ഓക്കെ, ഇങ്ങനെ ഇതാണ് ഫിനിഷാക്കുക. ഇപ്പം അതല്ല ഏകദേശം അതിൻ്റെ ഷേപ്പാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഏകദേശം മറന്ന പോലുള്ള ഷേപ്പ് അമ്മാക്കി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കണ്ട ഈ ലെവലിൽ തന്നെ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പം ഏകദേശം ഇതായി. ഇനി നമുക്ക് ഒരു സെറ്റ് മണ്ണും കൂടി ഈ റൗണ്ട് ഇതായി ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അടുപ്പ് അടിപൊളി കണ്ടീഷനായി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇനി അടുത്തൊരു സെറ്റും കൂടി മതി. അത് കുറച്ചൊരു നനവ് ഒന്ന് കുറക്കണം, കാരണം ഇത് ഓൾറെഡി ഈ നല്ല നനവ് സെറ്റിലുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഏകദേശം തിരിയും. ഒരു കുറച്ചൊരു നനവ് കുറച്ചിട്ട് ഒരു സെറ്റും കൂടി ഇട്ടാൽ. ഓക്കെ, ലാസ്റ്റ് ആക്കേണ്ടത് വെച്ചാൽ ഇതേപോലെ മണ്ണെടുത്തിട്ട് അതിന് കൈമ്പിൽ ഇങ്ങനെ എടുക്കാൻ, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കാൻ. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെക്കാൻ. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചൈമ്പ് ഇതേപോലെ ആക്കേണ്ടത്. ഓക്കെ, ഇതേപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏകദേശം തീരുന്നില്ല ഈ ഒരു ഉണ്ട. ഓക്കെ, എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഈ ലെവലിൽ ഇതന്നിങ്ങനെ ചെരിച്ച് കൊണ്ടുവരണം കേട്ടോ. ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇതൊന്നിങ്ങനെ ചെരിച്ച് കൊണ്ടുവരാൻ ശരിക്കും കണ്ടേ. അതായത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ എൻഡിൽ ഏകദേശം ഒരു 1.5 ഇഞ്ച് ആ 2 ഇഞ്ച് ലെവൽ കിട്ടും. നമുക്ക് തിരിയും.
ഇതിനുള്ളൊന്ന് കാണിച്ചാൽ കണ്ടല്ലേ, ഏകദേശം കണ്ടല്ലേ, കുറച്ചിങ്ങനെ പൊന്തിച്ച് കൊടുത്താൽ. ലാസ്റ്റ് സ്റ്റെപ്പ് ആക്കേണ്ടത് ഈ ലെവലിലാണ്. ഓക്കെ, ഇങ്ങനെ കുറച്ചിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെരിച്ചെടുത്തിട്ട് ഇതാ. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ആക്കുന്നുണ്ടല്ലോ, ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ട് ഏകദേശം ഒരു ലെവൽ മനസ്സിലാവും. എന്നിട്ട് ഇതാ. ഓക്കെ, പിന്നെ ഇതൊന്നിങ്ങനെ ഫിനിഷ് ആക്കി എടുക്കുക. ഒന്നിങ്ങനെ ക്രോസ് ആക്കിയിട്ട് ഈ സൈഡ് കാണിച്ചാൽ ഇതാ, ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ക്രോസ് ആക്കി എടുക്കുക. ഇതാ, ഇതിങ്ങനെ ക്രോസ് ആക്കി എടുക്കുക. ഇതിങ്ങനത്തെ കണക്കിന് ഓക്കെ. ഇപ്പോൾ ഏകദേശം അടുപ്പ് കണ്ടീഷനായിട്ടുണ്ട്. നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി കാണിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം അടുപ്പായി പറഞ്ഞ സംഭവം കണ്ടീഷനായി കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല ഫിനിഷാക്കി എടുത്ത് ഇതാ. ഓക്കെ, നല്ല വൃത്തിയല്ലേ, സെറ്റപ്പായില്ലേ. ഇനിയാണ് നമ്മൾ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇതേപോലെ ഇതാ ഒന്ന്, ഓക്കെ, ഒന്ന് കറക്റ്റായിട്ട് ഇതാ ഈ ലെവലിൽ ഒന്നൊരു ഉണ്ട. ഓക്കെ, അതായത് നമുക്ക് പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇവിടെ, രണ്ട് ഇവിടെ. ഓക്കെ, മൂന്നാമത്തെ ഇവിടെ. ഇതാ ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഈ ലെവലൊരു കറക്റ്റായിട്ട് ഇതാ ഷേപ്പാക്കി എടുക്കുക. ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക, ഇതൊന്ന് ഷേപ്പാക്കി എടുക്കുക. കണ്ടില്ലേ, അപ്പോൾ നമ്മൾ അടുപ്പ് എന്നുള്ള സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട്.